AKG സെന്ററിൽ 13 വർഷത്തോളം ജോലി ചെയ്തിരുന്ന സർവോപരി അടിയുറച്ച പാർട്ടിക്കാരൻ കൂടിയായിരുന്ന JP ബാബു 4 ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തത് അധികമാരും അറിയാതെ പോയത് യാദൃശ്ചികമല്ല. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കാതെ മുക്കിയതുകൊണ്ട് തന്നെയാണ്. ഇനി JP ബാബുവിന്റെ ഒരു ശബ്ദരേഖയൊന്ന് കേട്ടുനോക്കാം. MV ഗോവിന്ദൻ ബാബുവിനെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ AKG സെന്ററിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ബാബു അങ്ങേയറ്റം വേദനയോടെ പറഞ്ഞ വാക്കുകളാണിത്. ഞാനും ഒറ്റ കൈയാണ് ഒന്നാണെന്നുള്ള അവിടെ നിന്ന് ഒഴിവാക്കി. AK സെന്ററിന് ലാസ്റ്റ് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ. മനസ്സിലാക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ 13 വർഷം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് വന്നതിന് ശേഷം ഞാൻ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. എങ്ങനെയാലും ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഒഴിവാക്കി. പക്ഷെ EPക്ക് ഏറ്റവും ശത്രുവാണെന്ന് ഈ ഗോവിന്ദ മാഷും. ഇല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പാര? ഒരു പാരയാവില്ല. പാരയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ലേ പാരയാവൂ. നിങ്ങൾ എന്റെ ഭാര്യ മരിച്ചപ്പോഴേ നിങ്ങൾ എല്ലാരും വന്നു. പക്ഷെ മനസാക്ഷി കാണിച്ചതാര് EP അല്ല. EPയുടെ കൂടെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതലുണ്ട്. ഈ ഗോവിന്ദ മാഷ് ഒരു സാധനം കള്ളനാക്കി. അയാള് റൂമിൽ കയറി എന്തോ എടുത്തോണ്ട് പോയെന്നാണ് എന്നെ കള്ളനാക്കിയത്. ഞാന് 13 വർഷം വരെ അയാൾക്ക് ജ്യൂസ് കലക്കി കൊടുത്ത് അയാൾക്ക് ആഹാരം എല്ലാം ഞാനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനം അതല്ല, 2 പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഗോവിന്ദ മാഷ സഹോദര മോള്, ഒന്ന് അവിടുത്തെ ഗോവിന്ദ മാഷക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അത് കണ്ണൂരുള്ളയാണ്. ശാന്തി എന്നാണ് പേര്. ഈ 2 എണ്ണവും അവസാനം ഈ കുട്ടിയെ കാണാൻ വരുന്നു. ഗോവിന്ദ മാഷ സഹോദര മോളെ കാണാൻ ഒരു പയ്യൻ വരും. ഞാൻ പറഞ്ഞ് 10 മണി വരെ ഗേറ്റ്, 10 മണിക്ക് ശേഷം ഗേറ്റ് അടയ്ക്കും. ഈ പെണ്ണിന് അതൊരു ഉന്മേഷമായി, ഒരു വൈലന്റായി. ഇത് 2-3 ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എനിക്കത് അവർക്കൊരു പ്രശ്നമായി. അതായത് ഗോവിന്ദ മാഷ സഹോദര മോളെന്ന് പറയുമ്പം ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇവര് എന്നെ തഴയാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു കള്ളനായി നിൽക്കുകയാണ്. എന്നെ പുറത്താക്കി. ശ്രദ്ധിക്കേക്ക് EP പുറത്തായപ്പോ ഞാനും പോയി. അതിന്റെ പിറ്റന്ന് ഞാനും പോയി. നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, കുഴപ്പമില്ല. ഇതാണ് വെള്ളം. ഈ ഗോവിന്ദ മാഷ സഹോദര മോള്, അവന് ആ കുട്ടിക്ക് വന്ന പയ്യനെ ഞാൻ തടഞ്ഞു. 10 മണിക്ക് ശേഷം ഈ ഗേറ്റിന് പുറത്ത് നിൽക്കാവൂ, അകത്ത് കയറില്ലെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. അതില് നിങ്ങൾ എന്തോ പറയുന്നത്? കൂടുതലൊന്നും പറയാനില്ല. ADM നവീൻ ബാബുവിനെ വ്യക്തിവൈരാഗ്യം മൂത്ത് അങ്ങേയറ്റം അപമാനിച്ച് മരണത്തിലേക്ക് PP ദിവ്യ തള്ളിവിട്ടതുപോലെ ഗോവിന്ദനും വ്യക്തിവൈരാഗ്യം മൂത്ത് ചെയ്യാത്ത തെറ്റ് തലയിൽ ചുമത്തി ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ എന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ഇയാൾക്ക് മേൽ ചുമത്തുന്ന അവസ്ഥയിലേക്ക് ചർച്ചകളും പ്രതിഷേധങ്ങളും ഉണ്ടാവാതിരിക്കാനാണോ JP ബാബുവിന്റെ ആത്മഹത്യ വലിയ വാർത്തയാക്കാതെ മാധ്യമങ്ങൾ മുക്കിയതെന്നുമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കി.